സ്വർഗസ്വനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്ന് ശനിയാഴ്ച ദിവസം ദൈവിക സ്വസ്ഥത ദിവസമാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്കും ഈ സ്വസ്ഥതയിലേക്ക്, ഈ ശബാത്ത് എന്ന ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ശബാത്ത് സലാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ച് വചനത്തിൽ വിശ്വസിക്കണം. വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, നമ്മൾ ആ വചനത്തെ സ്വീകരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് പ്രവർത്തിക്കും. നമ്മൾ നടക്കേണ്ട പാത നമുക്ക് കാട്ടിത്തരും. ഈ ലോകത്ത് ജീവിച്ച് സമൃദ്ധിയോടെ ജീവിച്ച് പോകുവാനല്ല ദൈവത്തിൻ്റെ പദ്ധതി. ആ നിത്യജീവൻ, ആ ആത്മാവിനെ കളയാതെ ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഈ പിശാചിൻ്റെ അധീനതയിൽ നിന്ന് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് പ്രവേശിക്കുവാൻ പിശാച് ഒരു കാരണവശാലും നമ്മളെ സമ്മതിക്കത്തില്ല. ഈ ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച അന്നു മുതൽ 4 വശത്തൂടെയും പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഒരു പ്രശ്നവുമില്ലാതെ സ്വസ്ഥമായി നടക്കുവാൻ കഴിയുന്നതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അവരുള്ളിൽ പ്രവർത്തിച്ച് ദൈവാത്മാവിനാൽ എഴുതിയിരിക്കുന്ന വചനങ്ങളാണ്. അത് നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുക തന്നെ വേണം. ഈ ലോകത്തെ ബുദ്ധിയോ ജ്ഞാനമോ അറിവോ ഒക്കെ വെച്ച് ആ ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ചാൽ അത് ഗ്രഹിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ പുത്രൻ വന്ന് സകല പാപങ്ങൾക്കും പരിഹാരമായി കാൽവറിയിൽ സകലതും നിവർത്തിയാക്കി. ആ ദൈവപുത്രൻ്റെ അടിപ്പിണരാൽ നമുക്ക് സകല സൗഖ്യവും വന്നു കഴിഞ്ഞു. പക്ഷെങ്കിൽ അത് ആരും സ്വീകരിക്കുന്നില്ല. ഏത് രോഗമായാലും എന്ത് പ്രശ്നങ്ങളായാലും അതിന് പരിഹാരം വന്നു കഴിഞ്ഞു. അത് നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ച് അത് സ്വീകരിക്കുമ്പോൾ നമുക്ക് ആ ദൈവിക വചനങ്ങൾ എഴുതിയിരിക്കുന്ന ആ വചനങ്ങൾ ദൈവാത്മാവിനാൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ്, ആ ആത്മാവിൻ പ്രകാരം നടക്കണം. വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്. അവന് ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ നടക്കണം. ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ഈ 10 കൽപ്പന ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്നു. ഈ 10 കൽപ്പനയും അനുസരിക്കുക തന്നെ വേണം. പക്ഷെ അനേകം കൽപ്പനകൾ അല്ല ന്യായപ്രമാണങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അവരുടെ ലംഘനങ്ങൾ നിമിത്തം യാഗങ്ങളാൽ അവർക്ക് ഒരിക്കലും ഒരു പാപമോചനം വരാഞ്ഞതിനാലാണ് ദൈവം തന്നെ
അതിനൊരു പരിഹാരമുണ്ടാക്കി. ഒരേ യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ഇനിയൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെങ്കിൽ ഈ കൽപ്പനകളെല്ലാം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് കഴിക്കണം, എതിലെ നടക്കണം എന്നൊക്കെ പഴയ നിയമത്തിൽ കൽപ്പനകളെല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ ആ ഇസ്രായേൽ മക്കൾ ആ കൽപ്പനകളൊക്കെ ലംഘിച്ച് അവരാ ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാതെ പല പ്രവൃത്തിയിലും അവർ ലംഘനങ്ങളാൽ തെറ്റിപ്പോയി. അത് നിമിത്തമാണല്ലോ അവർക്ക് ആ യാഗങ്ങളെല്ലാം ദൈവം തന്നെ കൽപ്പിച്ചു കൊടുത്തത്. പക്ഷെങ്കിൽ ഇപ്പോൾ അവർക്കൊരു യാഗങ്ങളൊന്നുമില്ല. ദൈവം അവർക്കതിന് പരിഹാരം വരുത്തി. ഇപ്പം പുതിയ നിയമത്തിൽ വന്നപ്പോൾ എന്താണ്, ഈ കൽപ്പനകളെല്ലാം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ്, ആ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയാണ് ദൈവം തന്നെ കാൽവറിയിൽ പരിഹാരം വരുത്തിയത്. അപ്പോൾ ആഹാരം കഴിക്കുന്നതിലും നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഏത് കഴിക്കണം, ഏത് കഴിക്കണ്ടാത്തത് എന്നൊക്കെ. പന്നിയിറച്ചി തിന്നുന്നതും അല്ലെ മീനാണേലും മത്സ്യങ്ങളുടെ ചെതുമ്പലില്ലാത്തതും ഒക്കെ ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. പന്നിയിറച്ചി തിന്നുന്നവന് ഒക്കെ ഒരുപോലെ മുടിഞ്ഞു പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മനുഷ്യരൊക്കെ ഇപ്പോൾ അതൊന്നും ഓർക്കുന്നില്ല. എല്ലാം കഴിക്കാമെന്നുള്ള വിചാരത്തിലാണ്. കൽപ്പനകളൊന്നും അനുസരിക്കേണ്ട, ദൈവപുത്രൻ വന്ന് കാൽവറിയിൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി, അതുകൊണ്ട് ഇനിയും ഒരു കൽപ്പനകളും അനുസരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ക്രിസ്ത്യാനികളൊക്കെ ഒട്ടുമുക്കാൽ പേരും അങ്ങനെ പോകുന്നു. വീണ്ടും ജനിച്ച് ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുക തന്നെ വേണം. ഇനി ഒന്നിൽ തെറ്റിപ്പോയാൽ ഇനിയൊരു യാഗങ്ങളാൽ ഇനി മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ദൈവപുത്രനിലൂടെ ആ ഒരേ ഒരു യാഗത്താൽ സകലം നിവർത്തിയാകി. ഇനിയൊരു തെറ്റ് മനുഷ്യൻ ചെയ്താൽ അവനിനി തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. തിരിച്ചറിവ് ഉണ്ടാകത്തില്ല. കാര്യം, ഇനിയൊരു യാഗം കഴിക്കുവാൻ പറ്റത്തില്ല. ഇനിയും ദൈവപുത്രനെ ഒന്നുകൂടെ യാഗമായി കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കൽപ്പനകളെല്ലാം തന്നെ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിൽ തെറ്റിപ്പോയാൽ പിന്നെ അവന് തിരിച്ചറിവ് ഉണ്ടാകത്തില്ല. തിരിച്ചു വരുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കി അതിനും പ്രകാരം ജീവിച്ച് മുന്നോട്ട് പോകണം, വളർച്ച പ്രാപിക്കണം. ദൈവത്തിൽ നിന്നും സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ, അല്ലെ വെളിച്ചത്തിൻ്റെ പിതാവിങ്കിൽ നിന്നും സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവം പറഞ്ഞ കൽപ്പനകളൊക്കെ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവരും ഉത്സാഹിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.